ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമ്മൾ ക്യാബേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള ഒരു 1/4 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന തുവരപ്പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഈ ഒരു കറിയിൽ നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുള്ളൂ. വേറെ മുളക് പൊടിയൊന്നും ചേർക്കില്ല. അത്യാവശ്യം എരിവ് വേണം ഈ ഒരു കറി, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ സൈസിലുള്ള ഒരു 5 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. ഒരുപാട് ചേരുവകളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കില്ല. ഇത് അതായത് സന്തോഷേട്ടൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടാൻ ചാൻസ് ഇല്ല. അമ്മയുടേതായിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഞാനിവിടെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നാൽ ശരി, നിങ്ങൾക്ക് കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഈ പരിപ്പും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിക്കാം. അപ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ പരിപ്പും പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് വേവേണ്ടത്. ഇനി നമ്മളിതിൽ ക്യാബേജും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിക്കുമ്പോൾ ഈ പരിപ്പൊക്കെ ഒന്നും കൂടി നന്നായിട്ട് വേവും. അപ്പോൾ ഈ ഒരു രീതിയിൽ വെന്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 2.5 കപ്പ് ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് തിന്നായിട്ടല്ല, എന്നാൽ അധികം വലുപ്പത്തിലും അല്ല. ഈ ഒരു രീതിയിലൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ക്യാബേജ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുമ്പോൾ നമ്മളിതിൽ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ ക്യാബേജ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നാളികേരപ്പാലിൽ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നാളികേരപ്പാൽ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 കപ്പ് നാളികേരത്തിൽ നമ്മൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെയിം നാളികേരത്തിൽ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ള 2-ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ക്യാബേജ് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇത് അടയ്ക്കുമ്പോൾ ടൈറ്റായിട്ടൊന്നും അടയ്ക്കണ്ട. ഈ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചാൽ മാത്രം മതി. ക്യാബേജ് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇതുപോലെ വേവിച്ചെടുക്കാം. പിന്നെ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ക്യാബേജ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേവ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇത്രയും മതി. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച പാൽ പിരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമ്മളിതിലൊരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടുള്ള കറി ആയതുകൊണ്ട് ഒരു നുള്ള് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി. ഇനി നമുക്കിതിൽ കുറച്ച് കടുകും മുളകും വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മുടെ കറിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആ കടുകിൻ്റെയും മുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ കറിയിൽ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്കത് അടച്ചു വയ്ക്കാം. അതിന് ശേഷം മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും മറക്കാതെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്